ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കാനാ മുതൽ കാൽവറി വരെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ വിവിധങ്ങളായ അത്ഭുത പ്രവൃത്തികളെ പറ്റിയുള്ള ധ്യാനവും മനനവും പഠനവുമാണ് നാം ഈ പ്രോഗ്രാമിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ അത്ഭുതങ്ങളും ഓരോ സാക്ഷ്യമാണ്, ഓരോ സാക്ഷ്യങ്ങളും ഓരോ ജീവിതമാണ്, ഓരോ ജീവിതവും ഓരോ പുതിയ മുകളങ്ങളാണ്. ആ അനുഭവത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം സാധിക്കണം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ കൈയടിക്കുന്ന, അലറി വിളിക്കുന്ന സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ കർത്താവ് ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും നിറഞ്ഞ മനസ്സോടെയും പശ്ചാത്താപത്തോടെയും അവനെ അനുധാവനം ചെയ്യുന്ന ഒരു മനോഭാവത്തോടെ കർത്താവിനെ പിൻചെല്ലുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അത്ഭുതങ്ങൾക്ക് അടയാളങ്ങളുടെ പൂർണ്ണതയും വശ്യതയും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്ന വേദഭാഗം, അത്ഭുതഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വേദഭാഗത്തിൽ നിന്നാണ്. പിറ്റേന്നാൾ അവർ ബഥാന്യ വിട്ടുപോരുമ്പോൾ അവന് വിശന്നു. ഇലകളുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് കണ്ട് അതിലെന്തെങ്കിലും കണ്ടേക്കാമെന്ന് കരുതി അവൻ അതിനടുത്തെത്തി. അതിനരികിലെത്തിയപ്പോൾ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനിയും നിന്നിൽ നിന്ന് ആരും ഒരു നാളും ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതവന്റെ ശിഷ്യന്മാർ കേട്ടു. യേശുതമ്പുരാൻ ബേഥാന്യ വിട്ടു പോകുമ്പോൾ അവന് വിശന്നു. അവൻ നിറയെ ഇലയുള്ള ഒരു അത്തിവൃക്ഷം കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. എന്നാൽ അതിനടുത്തെത്തിയപ്പോൾ ഇലയല്ലാതെ മറ്റൊന്നും അവൻ കണ്ടില്ല. ഇനി നിന്നിൽ നിന്ന് ആരും ഒരു ഫലവും കഴിക്കാതിരിക്കട്ടെ എന്ന് കർത്താവ് ശപിക്കുന്നു. തുടർന്ന് ആ അത്തി ഉണങ്ങിപ്പോയതായിട്ടും ശിഷ്യന്മാർ കണ്ടെത്തുന്നതാണ് ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ബേഥാന്യ നമ്മുടെ കർത്താവിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പട്ടണമാണ്. ലാസറിൻ്റെ, മാർത്തയുടെയും മറിയയുടെയും ഒക്കെ പട്ടണമാണ്. കർത്താവ് ഒരുപാട് കടന്നു പോയിട്ടുള്ള, ഒരുപാട് സുവിശേഷം പറഞ്ഞിട്ടുള്ള ഒരു പട്ടണമാണ് ബേഥാന്യ എന്ന് പറയുന്നത്. ആ ബേഥാന്യയിൽ നിന്ന് വിട്ടുപോയപ്പോൾ കർത്താവിന് വിശന്നു എന്ന് പറയുന്നത് അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. സാധാരണയായി നമ്മളെ വളരെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മൾ വിശന്നു പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ മറ്റു ഫോർമാലിറ്റികളൊക്കെ മാറ്റിവെച്ച് ക്ഷീണമുണ്ടെങ്കിൽ, വിശപ്പുണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മൾക്ക് ഭക്ഷണം തരണം. സ്നേഹിതരുണ്ടെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ മുൻകൂട്ടി തന്നെ പറയും. കർത്താവിന് വളരെ സുപരിചിതമായ ബേഥാന്യ വിട്ടു പോയപ്പോൾ അവന് വിശന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവ് എന്നോടും നിങ്ങളോടും അത്ഭുതകരമായി, അതിശയകരമായി എന്തൊക്കെയോ സന്ദേശം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, പ്രിയ സ്നേഹിതൻ്റെ ഭവനത്തിൽ നിന്ന് വിശന്നു പോകേണ്ട, അല്ലെങ്കിൽ മാതൃനഗരത്തിൽ നിന്ന് വിശന്നു പോകേണ്ട അനുഭവം ഒരിക്കലും ഒരുത്തനും ഉണ്ടാകില്ല. ഒരുപക്ഷെ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നിന്ന് കടന്നു പോകുമ്പോൾ വിശപ്പ് വരാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അവനിഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് അവൻ വിശന്നു മുൻപോട്ട് പോകുകയാണ്. അതും കേവലം അത്തിപ്പഴം കഴിച്ച് വിശപ്പ് മാറ്റുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതാണ്. തിരുവചനത്തിൽ ഇങ്ങനെയൊരു ഭാഗം, ഒരു സന്ദർഭം ആദ്യമായിട്ടാണ് പറയുന്നത്, ഈ തരത്തിൽ പറയുന്നത്. അതായത് വിശന്നപ്പോൾ അത്തിപ്പഴം കിട്ടുമോ എന്ന് വിചാരിച്ച് അതിനെ സമീപിച്ച് അത് കഴിച്ച് വിശപ്പ് മാറ്റുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ മുഖം നമുക്ക് ധ്യാനത്തിൻ്റേതാകണം, പ്രാർത്ഥനയുടേതാകണം. പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ കർത്താവ് എന്നെ വിട്ടുപോകുമ്പോൾ, അവൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭവനത്തെ വിട്ടു പോകുമ്പോൾ അവൻ വിശന്നാണോ പോകുന്നത്, ദാഹിച്ചാണോ പോകുന്നത്? വാതിലിൽ മുട്ടുന്ന കർത്താവിന് വാതിൽ തുറന്നു കൊടുക്കുവാനും അവനോടൊപ്പം ആയിരിക്കുവാനുമുള്ള ഒരു ആത്മീയ കൃപയും ശക്തിയും നമുക്കുണ്ടാകണം. അതിനുള്ള ഒരു ഒരുക്കമായി, അതിനുള്ള അന്വേഷണമായി ഈ വേദഭാഗത്തെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ അത്ഭുതത്തെ നമുക്ക് ധ്യാനിക്കാം.
ബേഥാന്യയിലെ സ്വീകരണം കഴിഞ്ഞ് ഓശാന പെരുന്നാളിൻ്റെ ആർപ്പുവിളികൾ കഴിഞ്ഞ് നമ്മുടെ കർത്താവിത അവിടെ നിന്ന് തിരിച്ച് യാത്രയാകുന്നു. അവൻ്റെ യാത്രയിൽ അവനൊരു അത്തിവൃക്ഷം കാണുന്നു. നിറയെ ഇലയുള്ള ഒരു അത്തിവൃക്ഷം. അത്തിവൃക്ഷത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഇല വലുതാണ്. അത് മണ്ണിന് ശുദ്ധമായ മൂലകങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ കായ രുചിയുള്ളതാണ്. തണലും ശുദ്ധവായുവും ധാരാളമായി നൽകുന്നതാണ് അത്തി എന്ന് പറയുന്നത്. അത്തരമൊരു അത്തിയെ കണ്ടപ്പോൾ കർത്താവ് അതിൽ ഫലം കാണുമെന്ന് വിചാരിക്കുന്നു. അവിടേക്ക് പോകുന്നു. നമുക്ക് വേണേ ചിന്തിക്കാം, കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദൈവവുമാണ്. ആ അത്തിയിൽ ഫലമില്ല എന്നുള്ള കാര്യം കർത്താവിന് ഊഹിച്ചുകൂടെ? അവൻ അറിയാതിരുന്നു എന്നൊക്കെ നമുക്ക് വേണേ ചോദിക്കാം, യുക്തിപരമായി ചോദിക്കാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എല്ലാം അറിയാവുന്ന ആ അത്തിയുടെ സൃഷ്ടാവായ കർത്താവ് നിറയെ ഇലയുള്ള ആ അത്തിമരത്തെ കണ്ട് അത്തിമരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകുകയാണ്. ഒരു കാ പോലും അതിൽ കാണുന്നില്ല. കർത്താവിൻ്റെ ശാപത്തിന് അത് ഇരയാകുകയാണ്. മറ്റൊരു സാഹചര്യത്തിൽ ഫലമില്ലാത്ത അത്തിമരം വെട്ടി നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കാൻ തക്കോണം അവസരം കൊടുത്തവനാണ് ഈ അത്തിയിൽ കായില്ല എന്ന് കണ്ടപ്പോൾ ശപിച്ച് അതിനെ ഉണക്കിയത്. നിറയെ ഇലയുണ്ടായിട്ടും പൂവുണ്ടായിട്ടും ശുദ്ധമായ തണൽ കൊടുത്തിട്ടും കായ്ഫലം അത്തിയിലില്ല. അന്നത്തെ യഹൂദ സമൂഹത്തിൻ്റെ വ്യർത്ഥമായ കാപട്യങ്ങളിലേക്ക് കർത്താവ് നെത്തിനോക്കുകയാണ്. എല്ലാം ഉണ്ടായിട്ടും ഫലമില്ലാത്ത ജീവിതചര്യകളിലേക്ക് കർത്താവ് നെത്തിനോക്കുകയാണ്. യഹൂദ സമൂഹത്തിൽ മതവിശ്വാസം, ആരാധനാലയങ്ങൾ, പെരുന്നാളുകൾ, ഉത്സവങ്ങൾ എല്ലാമുണ്ട്. എന്നിട്ട് പോലും വേണ്ടതായ ഫലം അവിടെ കാണുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനെ വേദചിന്തകന്മാരും പണ്ഡിതന്മാരുമൊക്കെ വ്യാഖ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു വനഭാഗത്താണ്. നല്ല ശുദ്ധമായ ശാലീനമായ സാഹചര്യത്തിലായിരിക്കുന്നത്. അനേകം മരങ്ങൾ ഇവിടെയുണ്ട്. ചീവീടുകളുടെ ശബ്ദം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോഴാണ് ഇലയുള്ള അത്തിയുടെ ചുവട്ടിലിരിക്കുന്ന ലഭ്യമാകുന്ന ശുദ്ധവായുവിൻ്റെ അളവ് കണക്കാക്കുന്ന ഒരു മനോവിചാരം മനസ്സിലൂടെ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. അത്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇലയും അതിൻ്റെ ശുദ്ധവായുവും ഒക്കെ വേണ്ടതാണ്. എല്ലാം സമൂഹത്തിന് ആവശ്യമാണ്. പക്ഷേ എൻ്റെ കർത്താവ് വിശന്നാണ് അതിനെ സമീപിച്ചത്. കർത്താവിന് ആ സമയത്ത് വായുവല്ല വേണ്ടത്, തണലല്ല വേണ്ടത്, ഇരിപ്പിടമല്ല വേണ്ടത്, ഭക്ഷണമായിരുന്നു വേണ്ടത്. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പം അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു, എന്നിട്ടും കർത്താവ് അതിനെ സമീപിക്കുന്നു. അതിൽ ഒരു ഫലം പോലും ഇല്ലാതിരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു. ആ ഉണങ്ങിയ അത്തിയെക്കുറിച്ച് ഈ ശാലീനതയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയുമ്പോൾ ഇരുന്നിരിപ്പിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ആത്മീക ഗുണങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. കർത്താവിൻ്റെ ശാപം കിട്ടിയപ്പോൾ അതിപെട്ടെന്നാണ് ഉണങ്ങിപ്പോയത്. കർത്താവ് സാധാരണയായി എല്ലാറ്റിനോടും കരുണയോടെ ഇടപെട്ടിട്ടുള്ളത്, സഹനതയോടാണ് ഇടപെട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ മാത്രം കാലം നോക്കാതെ, സാഹചര്യം നോക്കാതെ അത്തിയോടെ ഫലം ചോദിക്കുകയാണ്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ, വേദപണ്ഡിതന്മാരുടെയും പിതാക്കന്മാരുടെയും വ്യാഖ്യാനം, യജമാനനെ കാണുമ്പോൾ ഉടനടി പൂക്കാനും കായ്ക്കാനും കഴിയുന്ന ഒരു ആത്മീക ശക്തി ഉണ്ടാകണം. യജമാനൻ ആവശ്യപ്പെടുമ്പോൾ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കണം. അതിന് കാലം പ്രശ്നമല്ല, സാഹചര്യം പ്രശ്നമല്ല, മറ്റൊന്നും അതിൽ പ്രസക്തമല്ല. നിങ്ങൾ ഞാനുമൊക്കെ പ്രാർത്ഥനയോടുകൂടി എപ്പോഴും ഓർത്തോണം. നമുക്ക് വേണ്ടത് ഒരു ആഴമേറിയ അനുഭവമാണ്. യജമാനൻ നോക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും അവിടെ ഒരു ഫലമെങ്കിലും അവിടെ കാണണം. ഇന്ന് നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം ഇതാ. കായ്ക്കേണ്ട സമയത്ത് നമ്മൾ കായ്ക്കും, പൂക്കണ്ടപ്പോൾ പൂക്കും. നമ്മളൊക്കെ എപ്പോഴും കാലത്തെ നോക്കിയിരിക്കുകയാണ്. മാറി മാറി വരുന്ന മൺസൂണിനെ നോക്കിയിരിക്കുകയാണ്. നല്ല മഴയുണ്ടെങ്കിൽ പൂക്കുന്ന കായ്ക്കുന്ന ചെടികളെ നോക്കിയിരിക്കുകയാണ്. നല്ല സാഹചര്യമാണെങ്കിൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന
പുറപ്പെടുവിക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന പലരും കർഷകരാണ്. കർഷകർ പറയാറുണ്ട്, പലപ്പോഴും വിലയിരുത്താറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കാലാവസ്ഥ നല്ലതാണെങ്കിൽ നല്ല വാഴക്കൊല കിട്ടും, നന്നായിട്ട് വളം ചെയ്താൽ നല്ല കപ്പ കിട്ടും, ഇതെല്ലാം കിട്ടും. എന്നാൽ കാലാവസ്ഥ വിരുദ്ധമാണെങ്കിലും സാഹചര്യം വ്യത്യസ്തമാണെങ്കിലും അവിടെയും ഒരു ചെറിയ വിത്ത് വേണം, ഒരു ചെറിയ ഫലം വേണം. ഇന്ന് നമ്മൾക്കൊക്കെ പലപ്പോഴും ലഭ്യമാകാതിരിക്കുന്നത് ആ ഒരു കാര്യമാണ്. മൺസൂണെ നോക്കി, കാലാവസ്ഥയെ നോക്കി ഫലം പുറപ്പെടുവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി വേറൊരാത്മീയത നമുക്ക് വേണം. അതാ വേണ്ടത്. ഇരിക്കുന്നിരിപ്പിൽ ഉണങ്ങിപ്പോകുന്ന ഒരുപാട് അത്തിമരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളുടെയൊക്കെ കുടുംബജീവിതം നോക്കിക്കേ, എത്രയോ സമ്പന്നന്മാർ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അവരൊക്കെ ദരിദ്രന്മാരായി മാറുകയാണ്, കടബാധ്യതയ്ക്ക് അടിപ്പെട്ടവരായി മാറുകയാണ്, നിരാശയിലേക്ക് പോകുകയാണ്, ഒറ്റപ്പെട്ടു പോകുകയാണ്. പലർക്കും കുഞ്ഞുങ്ങൾ ഒത്തിരിയുണ്ട്, ഇരിക്കുന്നിരിപ്പിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ചിലരെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ട്, അധികാരമുണ്ട്, ഇരിക്കുന്നിരിപ്പിൽ അധികാരം നഷ്ടപ്പെട്ടു പോകുന്നു, ഇരിക്കുന്നിരിപ്പിൽ പദവി നഷ്ടപ്പെട്ടു പോകുന്നു, സാമൂഹ്യമായ ബലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വെല്ലുവിളികളാണ്. ഈ നഷ്ടപ്പെടുന്ന ഉണങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. എൻ്റെ കർത്താവ് കൽപ്പിക്കുമ്പോൾ ഏത് പച്ചപ്പടർപ്പും അത് ഉണങ്ങിപ്പോകും. അത് ഉണങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ അനുതാപത്തിൻ്റെ കണ്ണുനീരുകൾ ഞാനാകുന്ന മരച്ചുവട്ടിൽ വീഴണം. ഒരു നന്മ മരമായിട്ട് മാറണം, ഒരു വിശുദ്ധ മരമായിട്ട് മാറണം. ഈ അത്തിച്ചുവട്ടിലിരിക്കുമ്പോൾ, ഉണങ്ങിപ്പോയ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, വീഴ്ത്തിയ കണ്ണുനീരുകൾ ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളം മാത്രമല്ല, ലോകത്തിൻ്റേതായ ആസക്തികളിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള, വേര് കടത്തി വിട്ടിട്ടുള്ള പിന്തുണ മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ദൈവമാകുന്ന ആ ഒരു ജലാശയത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന വെള്ളം, ദൈവമാകുന്ന ജലാശയത്തിൽ നിന്ന് ഊറ്റിയെടുക്കാത്ത ഏത് സൃഷ്ടിയുണ്ടോ, ദൈവമാകുന്ന ജലാശയത്തിൽ നിന്ന് സ്വീകരിക്കാത്ത ഏത് ജലമുണ്ടോ അതൊക്കെയും ഉണങ്ങിപ്പോകും. ഈ അത്തി നമ്മളെ പഠിപ്പിക്കുന്നതാ. അത് വളർന്നു നിന്നു, അത് പൂത്ത് നിന്നു, പൂത്ത് നിൽക്കേണ്ടതായിരുന്നു, അത് കായ്ക്കേണ്ടതായിരുന്നു. കാലത്തിന് മുൻപേ അതിനെ ഉണക്കിക്കളഞ്ഞു. നിങ്ങളും ഞാനുമൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം, എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ നന്നായിട്ട് പച്ചപ്പായിട്ട് വരികയാണ്, എൻ്റെ കച്ചവടമൊക്കെ ലാഭമാണ്, പിള്ളേർക്കൊക്കെ ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടി, എഴുതിയ ടെസ്റ്റൊക്കെ പാസ്സായി, ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർക്ക് PSCയിൽ നിന്നും മറ്റും പലയിടത്തു നിന്നും കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മെമ്മോകൾ ഇട്ട് സന്തോഷിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് സന്തോഷമാണ്. ചിലർക്കൊക്കെ ഭൗതികമായി കിട്ടിയ സുഖസൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ചിലർ ആഹ്ലാദിക്കാറുണ്ട്. ഞാൻ ആഗ്രഹിച്ചതൊക്കെ കിട്ടി, ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടി, ഞാൻ ആഗ്രഹിച്ച ഭാര്യയെ കിട്ടി, ഞാൻ ആഗ്രഹിച്ചതുപോലൊരു കുഞ്ഞിനെ കിട്ടി, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ ലാവണമെന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെയാണ്. ചിലർക്ക് ഇതെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്, നല്ല പച്ചപ്പാട്ട് നിൽക്കുകയാണ്. എങ്കിലും എൻ്റെ സഹോദര സഹോദരി, നീ പോലും അറിയാതെ, നീ പോലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ചില ശാപവാക്കുകളുണ്ട്, ദൈവത്തിൻ്റേതായ ചില ശിക്ഷാവിധികളുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ നമ്മളെ നശിപ്പിക്കുമെന്ന് നമ്മൾ ഭീതിയോടുകൂടി ഓർക്കണം. കർത്താവ് അതിൻ്റെ സമീപത്തേക്ക് ചെന്നപ്പോൾ കാകളൊന്നും കാണുന്നില്ല, അവൻ്റെ വാക്കുകൾ ശാപമായിട്ട് മാറുന്നു. ഒരു കാ പോലും കാണുന്നില്ല, പേരിന് പോലും കാണുന്നില്ല. ആ അത്തിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊത്തിരി മുകളങ്ങളുണ്ട്. അല്പം കൂടെയൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരുപാട് പൂത്ത് ഒലഞ്ഞേനെ, ഒരുപാട് കായ്കൾ പുറപ്പെടുവിച്ചേനെ. നമ്മൾ പലരെക്കുറിച്ചും വീക്ഷിക്കുന്നത് അങ്ങനെ. പലരുടെയും പാട്ടുകൾ കേൾക്കുമ്പോൾ, പലരുടെയും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, പലരുടെയും വിദ്യാഭ്യാസം കാണുമ്പോൾ നമ്മൾ ഒരുപാട് അഭിമാനിക്കും. ഇവരൊക്കെ ആരായിത്തീരും, ഇവരൊക്കെ ആരായിത്തീരുമെന്ന് അമിതമായി നമ്മൾ ആരെക്കുറിച്ചൊക്കെ പ്രതീക്ഷ വെച്ചിട്ടുണ്ടോ അവരൊന്നും ഒന്നുമായിട്ടില്ല. പ്രിയമുള്ളവരെ, ഭയത്തോടും ഭീതിയോടും കൂടി നമ്മൾ ഇതിനെയൊക്കെ കാണണം. കാരണം അതൊക്കെ ഒരുപാടും ഇനിയും പൊട്ടി മുളയ്ക്കാനുള്ളതാ, ഒരുപാട് പൂക്കാനും കായ്ക്കാനുമുള്ളതാ. ആ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും മുൻപേ അതിനെ ഉണക്കാനുള്ള ഒരു പ്രേരണ നമ്മൾ സൃഷ്ടിക്കരുത്. ഇവിടെ നിറഞ്ഞു നിന്ന ഒരത്തി അതിവേഗം ഉണങ്ങിപ്പോയെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഉണക്കുകളൊക്കെ സംഭവിക്കാം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം. വീണ്ടും ആ അത്തിയുടെ അനുഭവത്തിലൂടെ നമ്മൾ സൗമ്യമായി ഒന്ന് കടന്നുപോയിക്കേ. ആ ഉണങ്ങി നിൽക്കുന്ന അത്തിയുടെ ചുവട്ടിലൂടെ ശിഷ്യന്മാർ പിന്നീട് വന്നപ്പോൾ അതാ കർത്താവ് പറഞ്ഞതുപോലെ അത്തി ഉണങ്ങിയിരിക്കുന്നു, ഇലയെല്ലാം പോയി,
അതിൻ്റെ പച്ചിപ്പ് മൊത്തം പോയി. അത് വരണ്ട് നിൽക്കുകയാണ്. അത്തി ഇല മാത്രമല്ല പോയത്. ചിലപ്പോൾ നമുക്കറിയാം, ചില മരങ്ങൾ ഇല കൊഴിക്കാറുണ്ട്. ഇല കൊഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നീട് പുതിയ ഇലകൾ വളർന്നു വരാറുണ്ട്. ഇവിടെ അതല്ല ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഉണ്ടായിട്ടുള്ളത് മരം മൂടോടെ ഉണങ്ങിപ്പോകുകയാണ്. വേരെ നഷ്ടപ്പെട്ടു പോയി, ഇലയെ നഷ്ടപ്പെട്ടു പോയി, തടിയും ഉണങ്ങിപ്പോയി. അതെന്തൊരു ഉണക്കായിരുന്നു! അതൊരു വലിയ ഉണക്കലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പച്ചപ്പൊക്കെ പഴുത്തുണങ്ങിപ്പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഒന്ന് അല്പസമയം നിന്നുകൊണ്ട് ഒന്ന് പഴുത്തു പോകാൻ പോലുമുള്ള ഒരു അവസരം കിട്ടിയില്ല. അത്തി ഉണങ്ങിപ്പോയി. നമ്മുടെ ജീവിതത്തിലും ഉണങ്ങിപ്പോയ അത്തിയുടേതായിട്ടുള്ള അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് കാര്യമില്ല, അതിനെ പരിപാലിച്ചിട്ട് കാര്യമില്ല. നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ, ചിലരെക്കുറിച്ചുള്ള നമ്മുടെ ശ്രദ്ധകളൊക്കെ ഇങ്ങനെ. മാതാപിതാക്കളാണെങ്കിലും പറയും, എൻ്റെ ആ കുഞ്ഞിനെ നോക്കേണ്ട കാര്യമില്ല, അവനെ ശ്രദ്ധിക്കേണ്ട, അവനെ ആരും പഠിപ്പിക്കേണ്ട, അവൻ തന്നെ പഠിച്ചോളും. എന്നാൽ എൻ്റെ രണ്ടാമത്തവളാണെങ്കിൽ അവൾ ആകെ പ്രശ്നമാണ്, അവൾ പഠിക്കത്തില്ല, ഞാൻ കൂടെ ഇരുന്നേലേ പഠിക്കത്തുള്ളൂ. ഇങ്ങനെ പ്രത്യേക ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മൾ ചില പച്ചപ്പുള്ള ഇലകളെ നമ്മൾ മറക്കാറുണ്ട്, ബുദ്ധിയുള്ളവരെ മറക്കാറുണ്ട്. നമ്മൾ തന്നെ ചിലപ്പം പറയാറില്ലയോ, മക്കളാണെങ്കിലും പറയും, മാതാപിതാക്കൾ നാട്ടിലുണ്ട്, അപ്പനും അമ്മയ്ക്കും ഒക്കെ പെൻഷൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, ഞാൻ നോക്കിയില്ലേലും കാര്യമില്ല, എൻ്റെ സഹോദരൻ അവിടെയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പാപ്പൻ അവിടെയുണ്ട്, എൻ്റെ പെങ്ങൾ അവിടെയുണ്ട്, അതുകൊണ്ട് ഞാൻ നോക്കേണ്ട കാര്യമേ ഇല്ല. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്തോണം, അവരൊക്കെ പച്ചപ്പുള്ള അനുഭവത്തിലാണെങ്കിലും നീ നോക്കേണ്ടത് നീ തന്നെ നോക്കണം. നിനക്കേ അറിയത്തുള്ളൂ എങ്ങനെ വെള്ളം ഒഴിക്കണം, നിൻ്റെ മാതാവിനെയും പിതാവിനെയും എങ്ങനെ കരുതണം, നിൻ്റെ മക്കളെ എങ്ങനെ കരുതണം, നിൻ്റെ സഹോദരനെ എങ്ങനെ കരുതണം. അത് മറ്റുള്ളവർ കരുതിയിട്ട് കാര്യമില്ല. ഉപദേശങ്ങൾ കൊടുക്കുന്നത് നീ തന്നെയാകണം. പഠിക്കുവാൻ പോകുന്ന നിൻ്റെ കുഞ്ഞ് അത് യുവത്വത്തിലേക്ക് കടക്കുമ്പോൾ, അത് മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ, അതിൻ്റെ ബാലാരിഷ്ടത വിടുമ്പോൾ നിൻ്റെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ടാണ് പണ്ടുള്ളവർ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന പെൺകുട്ടികളോട് അമ്മച്ചിമാർ പറയുമായിരുന്നു, കുഞ്ഞുങ്ങളെ, അത് യുവാക്കന്മാരോട് പറയുമായിരുന്നു, കുഞ്ഞുങ്ങളെ സദൃശ്യവാക്യങ്ങൾ എപ്പോഴും വായിച്ചോണം. കാരണം ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ ഒത്തിരിയുണ്ട്. കാരണം നമ്മൾ ഉപദേശങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഈ സമൂഹം കൊടുക്കുന്ന ചില വ്യർത്ഥമായ ഉപദേശങ്ങളുണ്ട്. അത് പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം ചൂടുവെള്ളം ഒഴിക്കുന്നത് പോലെയുള്ള അനുഭവമാണ്. കാരണം ഒഴിക്കുന്നത് വെള്ളമാണ്. ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നത് ചൂടാണെങ്കിലും പച്ചയാണെങ്കിലും രണ്ടും വെള്ളമാണ്. പക്ഷേ ചൂടൊഴിച്ചാൽ ഉണങ്ങിപ്പോകും, പച്ച ഒഴിച്ചാൽ അത് തഴച്ചു വളരും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക്, ചുറ്റുപാടുകൾക്ക് നിങ്ങളും ഞാനും പകർന്നൊഴിക്കുന്നത് ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ധ്യാനത്തോടുകൂടി ചിന്തിക്കണം. ഉണങ്ങിപ്പോകാൻ ഇടയാകരുത് പ്രിയമുള്ളവരെ, തളർന്നു പോകാൻ ഇടയാകരുത്. അല്പമെങ്കിലും ഉണക്ക് വരുമെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം, അതിന് ചെയ്യേണ്ട പ്രതിവിധികളൊക്കെ ചെയ്യണം. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ശപിച്ചുണക്കിയ ഈ അത്തിയെ കാണുമ്പോൾ നമ്മളും ചിന്തിക്കണം. പ്രത്യേകിച്ച് കർത്താവ് ശപിച്ചുണക്കിയിട്ടുണ്ടെങ്കിലും അതെനിക്കും നിങ്ങൾക്കുമൊക്കെ പാഠമാണ്. ഏത് പച്ചിപ്പും ഉണങ്ങിപ്പോകും. ചെയ്യേണ്ട രീതിയിൽ, പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ, സഹായിച്ചില്ലെങ്കിൽ, കരുതിയില്ലെങ്കിൽ അതൊക്കെയും ഉണങ്ങിപ്പോകും. ആ ഉണക്കലിൽ നിന്നുമുള്ള ഒരു വലിയ മാറ്റം, ഒരു വലിയ സന്തോഷം, അതാ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഉണ്ടാകേണ്ടത്. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസിൽ ഒരു ടെർമിനോളജി ഉണ്ട്, ഫാൻറ്റം ലിംഫ് എന്നാണ് പറയുന്നത്. ഫാൻറ്റം ലിംഫ് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു അവയവം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ആ ഒരു യാഥാർത്ഥ്യവുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. ഇടത് കൈ പോയിട്ടുണ്ടെങ്കിലും വലത് കൈ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ അറിയാതെ ആ അവയവം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്, ആ ഭാഗത്തുണ്ട് എന്നുള്ള ഒരു ചിന്തയോടെ നമ്മൾ പെട്ടെന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കും, ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, അതുണ്ടെന്നുള്ള രീതിയിൽ. അതായത് ഒരു സാധനം അവിടെ ഇല്ലെങ്കിലും അതുണ്ടെന്നുള്ള ഒരു തോന്നൽ, ആ തോന്നൽ ചില സാഹചര്യങ്ങളിലൊക്കെ ആവശ്യമാണ്. നമ്മുടെ ചില വിശ്വാസങ്ങൾക്ക് ആവശ്യമാണ്, ചില പിന്തുണകൾക്ക് ആവശ്യമാണ്, ചില സഹായങ്ങൾക്ക് ആവശ്യമാണ്, ചില കരുതലുകൾക്ക് ആവശ്യമാണ്. ആ ഒരു നിലപാടും ഇടപാടും നമ്മുടെയൊക്കെ ജീവിതത്തെ ശക്തീകരിക്കണം. സ്ലീഹന്മാർ പറഞ്ഞല്ലോ, സ്ലീഹന്മാർ നോക്കിപ്പോയി, അയ്യോ ഇത്ര പെട്ടെന്ന് അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന്, ഇത്ര പെട്ടെന്ന് അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന്. അത് കണ്ടപ്പോൾ കർത്താവിൻ്റെ വാക്ക് നിറവേറി എന്നുള്ളൊരു സന്തോഷമുണ്ടായെങ്കിലും
ഉണങ്ങിപ്പോയെന്നുള്ള ദുഃഖം സ്ലീഹന്മാരെ ഭരിച്ചിട്ടുണ്ട്. ആ ഒരു ചിന്താഗതി സ്ലീഹന്മാരെ വേറൊരു കാര്യം പഠിപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് പ്രാപ്തനാക്കുകയാണ്. നമ്മുടെ ദൈവത്തിൽ കരുണയുടെ ഒരു വലിയ മനോഭാവമുണ്ട്, എന്നാൽ ന്യായവിധിയുടെയും ഒരു വലിയ മനോഭാവമുണ്ട്. ഇപ്പോൾ കരുണയുടെ കാലഘട്ടമാണ്. ലോകമെങ്ങുമുള്ളവർ രക്ഷപ്പെടണമെന്ന് കർത്താവ് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, എത്ര സാഹചര്യം കിട്ടിയിട്ടും ദൈവം രക്ഷപ്പെടുത്തിക്കോളും, ദൈവം ക്ഷമിക്കും, ദൈവം കരുണ കാണിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അറകളിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കുവാൻ സാഹചര്യം ഒരുക്കുന്നവനാ ദൈവം. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങൾ ഇടപെടുന്നുവോ ചെയ്യേണ്ടത് നന്മയോടെ ചെയ്യണം. നമ്മൾ ഇരുട്ടിൽ ചെയ്യുന്നത് പരസ്യമാക്കിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഒരു സന്തോഷമുണ്ടാകും. അത്തിയുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതാ, അത്തിയുടെ സന്തോഷം നമ്മളെ പുറപ്പെടുവിക്കുന്നതാ. ദീർഘനാളായിട്ടൊരു പക്ഷേ അത്തി അവിടെ നിന്നിട്ടുണ്ടാകാം, അതൊരുപാട് ഫലം കായ്ച്ചിട്ടുണ്ടാകാം. നമുക്ക് ഒരുപക്ഷെ ഇത് കാണുമ്പോൾ സങ്കടം തോന്നും. ദൈവമേ, നീയെ വെട്ടി നശിപ്പിച്ചതിനെ കൽപ്പിച്ച നീയെ ഇതാ ഉണക്കാൻ തക്കോണം വിട്ടുകൊടുക്കുന്നു. പരിസ്ഥിതി മാനത്തോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ദുഃഖിക്കും. അതാ ഒരു നല്ല പച്ചിപ്പൂടെ ഉണങ്ങിപ്പോയല്ലോ. ഈ പച്ചയെ ദൈവം ഉണക്കിയെങ്കിൽ അതൊരു വലിയ പാഠമായിട്ട് നമ്മളുടെ മനസ്സിൽ ദൈവം ഉറപ്പിച്ചു തരികയാണ്. ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഈ പച്ചപ്പിനപ്പുറത്ത് വേറൊരു പച്ചിപ്പുണ്ട്. ഈ ഉണങ്ങിയിരിക്കുന്നത് വേറൊന്ന് തഴച്ചു വളരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. അതെ, ഇവിടെ ഈ അത്തി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അത്തിയിൽ നിന്ന് പൊട്ടിപ്പുളപ്പെടാനുള്ള വേറെ അത്തിച്ചെടികൾ ഒത്തിരിയുണ്ട്. ഒരുപക്ഷെ ഇത് ഉണങ്ങിപ്പോയെങ്കിലേ മറ്റ് ചിലത് വളർന്നു വരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? ചിലതൊക്കെ ഉണങ്ങിയെങ്കിലേ, ചിലതൊക്കെ നശിച്ചെങ്കിലേ, ചിലതൊക്കെ മാറിപ്പോയെങ്കിലേ, ചിലരിൽ നിന്നൊക്കെ അകന്നെങ്കിലേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. കാരണം നമ്മൾക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ചിലയിടത്തു നിന്ന് നമ്മളെ തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ, ചിലർ നമുക്കെതിരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശാലീനത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾക്ക് കൂടുതലായിട്ട് വളരുവാൻ വേണ്ടിയാണ്. ചില പച്ചിപ്പുകൾ കൂടുതലായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തുവാണെന്നറിയാമോ? അതിൻ്റെ അടിയിൽ ഒന്നുപോലും കിളിർത്തു വരത്തില്ല, അവരെ ചൂടലായിട്ട് മാറ്റപ്പെടും. ചില പച്ചിപ്പുകൾ അധികമാകുന്നത് ചിലതിന് ചൂടല. അതുകൊണ്ട് തന്നെ ചിലതിനെയൊക്കെ നമ്മൾ കൊമ്പുകളെയൊക്കെ വെട്ടിക്കളയും. കാരണം ഈ കൊമ്പ് ഇവിടെ നിന്നാ പ്രശ്നമാണ്, മറ്റൊന്നും വളരത്തില്ല. അതുകൊണ്ട് തന്നെ ചില പ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചില വലിയ വടവൃക്ഷങ്ങളുടെ ചുവട്ടിൽ വരുന്നതൊന്നും വളരത്തില്ല. അതൊക്കെ ചൂടലായതുകൊണ്ട് വ്യർത്ഥമായി പോകുകയാണ്. പ്രത്യേകിച്ച് സൂര്യരശ്മികൾ താഴേക്ക് പോകുന്നില്ല. അപ്പോൾ ദൈവം എൻ്റെ ചില പച്ചിപ്പുകളെ മാറ്റുന്നത് ഒരുപക്ഷെ സമൂഹത്തിന് വേണ്ടി കൂടിയായിരിക്കാം. ഇവിടെ ഈ അത്തിയെ ഉണക്കിക്കളഞ്ഞത് മറ്റ് ചിലതൊക്കെ ചൂടൽ മാറി ശക്തമായിട്ട് വളരുവാൻ വേണ്ടി കൂടിയായിരിക്കാം. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ ആഴമെന്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ കർത്താവ് കൽപ്പിച്ചുണക്കിയ ആ അത്തിമരത്തിൻ്റെ അത്ഭുതത്തിലെ വിവിധങ്ങളായ തലങ്ങളിലൂടെയാണ് അതിശയം തേടി നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ ഉണങ്ങിയ അത്ഭുതം മാത്രമല്ല, ഇനിയും അവിടെ വേറെന്ത് പച്ചിപ്പുണ്ടാകാൻ പോകുന്നു, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നാം ഒരുപാട് ധ്യാനിക്കണം. പാട്ടുകാരൻ പാടി, വിതയും കൊയ്ത്തും ഫലശേഖരവും കഴിഞ്ഞ് അയ്യോ ദൈവമേ രക്ഷിക്കപ്പെട്ടില്ല. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടതിൽ എത്തിടുവതിൻ കാലം സമീപമായി. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടതിൽ എത്തിടുവതിൻ കാലം സമീപമായി. പ്രിയമുള്ളവരെ, നമുക്കുള്ള ഒരു വലിയ പ്രത്യാശ അതാ. വലിയ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ജീവൻ്റെ വൃക്ഷം, ഉണങ്ങിപ്പോകാത്ത ജീവൻ്റെ വൃക്ഷം, എനിക്കും നിങ്ങൾക്കും വേണ്ടി അതിൽ നിന്നും വെട്ടിയെടുക്കുവാനുള്ള അനുഗ്രഹത്തിൻ്റെ കുരുത്തോല, അതൊക്കെ ഒരുക്കിയ ഒരു വലിയ ദൈവമാണ് നമ്മുടെ മുൻപാകെയുള്ളത്. ദൈവസിംഹാസനത്തിൻ്റെ മുൻപാകെ നിലയങ്കിയും കുരുത്തോലയുമായി നമ്മൾ നിൽക്കേണ്ടവരാ. ഉണങ്ങിയ കുരുത്തോലയല്ല, പച്ചപ്പുള്ള കുരുത്തോല. ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുതിയത് പൊട്ടിമുളച്ചു വരും. അതിൻ്റെ വിത്തിൽ നിന്ന് പുതിയത് പൊട്ടിമുളച്ചു വരും. ആ മുളപ്പ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.
എത്ര ഉണങ്ങിപ്പോയാലും അത് ശേഷിപ്പിച്ചിട്ടുള്ള ചില ശേഷിപ്പുകൾ കാണും. ആ അത്തിമരം ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ആ അത്തിയുടെ ഏതെങ്കിലും ഒരു ശേഷിപ്പ് അതിൻ്റെ വേരിൽ നിന്നോ തണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ വിത്തിൽ നിന്നോ ഉണ്ടായ ഒരു അത്തിമരമെങ്കിലും അവിടെ കാണും. അത് പൂർണ്ണ ശക്തിയോടുകൂടി കിളിച്ചു വരും. നമ്മുടെ ജീവിതത്തിലും അതാ. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഇത് കേൾക്കുന്ന നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയോട് ഓർക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാവരും നശിച്ചു പോയി. പക്ഷേ ദൈവം ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ട്. അഹീമേലെക്കിൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ശൗൽ രാജാവ് വെട്ടിക്കൊന്നെങ്കിലും ഒരു അബ്യാഥാരിനെ ദൈവം അവിടെ ശേഷിപ്പിച്ചു. അവനെ ദാവീദിൻ്റെ പ്രധാന പുരോഹിതനാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായോ മാനസികമായോ ശാരീരികമായോ എനിക്കോ നിങ്ങൾക്കോ എന്ത് തളർച്ച വന്നിട്ടുണ്ടെങ്കിലും ഒരു ശേഷിപ്പുണ്ട്. എബ്രായ ഭാഷയിൽ പറയുന്നത് പോലെ ഷയാർ യാശൂബ്, ഒരു ശേഷിപ്പ് അവിടെയുണ്ട്. എല്ലാ നഷ്ടങ്ങൾക്കപ്പുറവും ഒരു ലാഭമുണ്ട്. കർത്താവ് ആരോടും ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ആത്തിയെ ഉണക്കിയിട്ടുണ്ടെങ്കിൽ ആ ആത്തിയെ കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചതൊക്കെ പൂർണ്ണമായിട്ടുണ്ട്. ഇനിയും കായ്ക്കുന്ന കായ്കൾ ഒന്നും കായ്കളല്ല, ഇനിയും ഉണ്ടാകുന്ന പൂവുകളൊന്നും പൂക്കളല്ല. കർത്താവിന് അത്രേ ആവശ്യമുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കും, ഇനിയും എനിക്ക് പ്രായമുണ്ട്, ആരോഗ്യമുണ്ട്, കുറേ കൂടെ ഞാൻ ചെയ്യും, കുറേ കൂടെ പ്രവർത്തിക്കും. വേണ്ട സഹോദര, ദൈവം നിനക്ക് ക്രിയാത്മകമായി ചെയ്യാൻ തന്ന സമയങ്ങളൊക്കെ ചെയ്യുക. ആരുടെയും അവസരങ്ങൾ നീ വെട്ടിപ്പിടിച്ചെടുക്കാൻ പോകണ്ട. ചിലരതുകൊണ്ടാണ് റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞാലും റിട്ടയർ ആകാൻ തോന്നത്തില്ല. മറ്റു പല ലാവണങ്ങളിൽ കൂടി വ്യർത്ഥമായി കപടതയിലൂടെ കയറും. അല്ല, ദൈവം നിനക്ക് തന്ന ക്രിയാത്മകമായ അവസരമാണെങ്കിൽ നിന്റെ മരണം വരെയും പ്രവർത്തിക്കാൻ നിനക്ക് അവസരമുണ്ട്. അല്ല, അന്യായമായിട്ടുള്ള മുളപ്പുകളോടെ നീ മുൻപോട്ട് പോയാൽ, കുന്തളിപ്പോടെ മുൻപോട്ട് പോയാൽ അതൊരു ശാപമാണ്. ഈ വാക്ക് കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ഓർത്തോണം, കർത്താവിൻ്റെ കാഠിന്യമേറിയ വിധിയല്ല, അവൻ്റെ സ്നേഹമേറിയ ഒരു അനുഭവമാണ് ഈ അത്തിയുടെ ഉണങ്ങിപ്പോയ അവസരത്തിലൂടെയും പ്രകടമായത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഉണങ്ങിയ അത്തിയുടെ, പച്ച അത്തിയുടെ ചുവട്ടിലിരുന്നു കൊണ്ട് ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, നദനയേല് അത്ഭുതങ്ങൾ കണ്ടെങ്കിൽ, ദർശനങ്ങൾ കണ്ടെങ്കിൽ, ഇതാ എന്നോടും നിങ്ങളോടും കർത്താവ് പറയുന്നു, ചിലപ്പോൾ ഉണങ്ങിയ അത്തിയുടെ ചുവട്ടിലും ഇരിക്കേണ്ടി വരും. എല്ലാവരും വിട്ടിട്ട് പോയ അവസരങ്ങൾ നമുക്കുണ്ട്. ആരും തിരിഞ്ഞു നോക്കാത്ത അവസരങ്ങളുണ്ട്. നമ്മളുടെ ഉറപ്പ് പോലും സ്ഥിരത പോലും നഷ്ടപ്പെട്ട അനുഭവമുണ്ട്. മറവി വന്ന അനുഭവമുണ്ട്. അത്തരം മറവിയാകുന്ന, രോഗമാകുന്ന, ദുഃഖമാകുന്ന ചില ഉണങ്ങിയ പ്രതലങ്ങളിലിരുന്നു കൊണ്ടും നമ്മൾ പച്ചപ്പിൻ്റെ ശാലീനത അനുഭവിക്കണം. ആ സന്തോഷം അനുഭവിക്കണം. കഷ്ടതയിലും പാടുവാൻ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ എന്നുള്ള ആ ഒരു വലിയ ചിന്ത, കഷ്ടതയിലും നഷ്ടത്തിലും പാടുന്ന ആ ഒരു അനുഭവം, ഉണങ്ങിയതിലും പച്ചപ്പിലും ഇരുന്നു കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന അനുഭവം ഉൾക്കൊള്ളുവാൻ ഇടയാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എപ്പോഴും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.